രാഹുൽ ഇന്ത്യക്കാരനോ ബ്രിട്ടീഷ് പൗരനോ 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് കോടതി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച വിഷയത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് അലഹബാദ് ഹൈക്കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഹർജിയിൽ ലക്നൌ ബെഞ്ച് ഏപ്രിൽ 21-ന് വാദം കേൾക്കും. അതിനുള്ളിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിനൊപ്പം ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കർണാടകയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകനായ എസ് വിഘ്നേഷ് ശിശിർ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത്. ബ്രിട്ടീഷ് പൗരത്വം മറച്ചുവെച്ചെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. അതിനാൽ രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം, വിഷയത്തിൽ CBI അന്വേഷണം നടത്തണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം ആദ്യം രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമിയും ഡൽഹി ഹൈക്കോടതിയിൽ സമാനമായ ഹർജി സമർപ്പിച്ചിരുന്നു. വിഷയത്തിൽ കേന്ദ്രത്തിനായി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ സൂര്യഭാൻ പാണ്ഡെ 2 മാസത്തെ സമയം ചോദിച്ചെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. ജസ്റ്റിസ് അദൌമോ റഹ്മാൻ മസൂദി, ജസ്റ്റിസ് അജയ് കുമാർ ശ്രീവാസ്തവ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്. രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്ന ആവശ്യം 2019-ൽ സമർപ്പിച്ചെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഹർജിക്കാരനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ അശോക് പാണ്ഡെ പറഞ്ഞു. വിഷയത്തിൽ നേരത്തെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനു ശേഷം ഹർജിക്കാരൻ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പുതിയ വിവരങ്ങൾ നൽകിയെന്നും പൊതുതാൽപര്യ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട്. രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ട് വിഘ്നേഷ് ഇമെയിൽ വഴി UK സർക്കാരിനെ സമീപിച്ചിരുന്നു. 2022-ൽ VSS ശർമ്മ എന്നയാൾ സമാനമായ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ രാഹുലിന്റെ അനുമതിയില്ലാതെ ഇവ വെളിപ്പെടുത്താൻ UK സർക്കാർ വിസമ്മതിച്ചു എന്നാണ് ഹർജിക്കാരൻ പറയുന്നത്.